കെജിഎഫിനും കാന്താരക്കും അപ്പുറം നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് അധികം കന്നഡ മൂവീസ് ഒന്നും വലിയ പരിചയം കാണില്ല. എന്നാൽ ഇന്ന് വിമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് അത്രയധികം ആഘോഷിക്കപ്പെടാതിരുന്ന ഒരു കന്നഡ സിനിമ പരിചയപ്പെടുത്താം. വനിതാ ദിനത്തിൽ പരിചയപ്പെടാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് വിമൻസ് ഡേ. നിങ്ങൾ കേട്ടത് ശരിയാണ്, വിമൻസ് ഡേ എന്ന പേരിൽ ഒരു കന്നഡ സിനിമയുണ്ട്. 5 സ്ത്രീകളുടെ കഥയാണ് വിമൻസ് ഡേ എന്ന സിനിമ പറയുന്നത്. എങ്കിലും വിമൻസ് ഡേയുമായി അത്ര വലിയ കണക്ഷൻ ഒന്നും ഈ മൂവിക്കില്ല. എന്നാൽ ഇഷ എന്ന സംവിധായക തിരക്കഥ എഴുതി ഒരുക്കിയ സ്ത്രീ കേന്ദ്രീകൃത സിനിമ തന്നെയാണ് വിമൻസ് ഡേ. വനിതാ ദിനം ആഘോഷിക്കാനായി 5 കൂട്ടുകാരികൾ തങ്ങളുടെ ഭർത്താക്കന്മാരോടും കുടുംബത്തോടും കള്ളം പറഞ്ഞു ഒരു റിസോർട്ടിലേക്ക് യാത്ര തിരിക്കുന്നതാണ് സിനിമയുടെ കഥ. തിരുപ്പതിയിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇവർ ഒരു പ്രേത ബംഗ്ലാവിൽ എത്തുന്നതും ഭൂതകാലം വേട്ടയാടുന്നതും ഒക്കെയാണ് സിനിമ പറയുന്നത്. ഹൊറർ ത്രില്ലർ പോലെ പറഞ്ഞു പോകുന്ന കഥ. സംഭവം ഹൊറർ തന്നെയാണ്, പക്ഷെ ഈ ഒരു സിനിമ കണ്ടാൽ പേടിക്കാനുള്ളതൊന്നും അങ്ങനെ ഇല്ല. ഒരു സാധാ കന്നഡ സിനിമയുടെ ഗിമ്മിക്കുകൾ പലതും ചേർത്ത ഈ സിനിമ മിക്ക പ്രേക്ഷകർക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാനും ചാൻസ് ഇല്ല. 2017 പുറത്തിറങ്ങിയ സിനിമയാണെങ്കിലും സിനിമയുടെ ഫ്രെയിമോ VFXോ ഒന്നും അത്ര അഡ്വാൻസ്ഡോ അല്ല. എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് വിമൻസ് ഡേ. കന്നഡ താരം സായ് കുമാർ, അക്ഷര, സനിഹ, സ്നേഹ, സുഹാന, മോണിക്ക, പ്രശാന്ത് സിദ്ധി, റിപ്പു ദമൻ സിംഗ്, സൂര്യ, അരുൺ, പുനീത്, അഭിഷേക് ഗൗഡ, വിജയകുമാർ സാഗര, അപ്പു സാഗര, മധു, ഡോക്ടർ കമല ശേഖർ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. സിനിമയുടെ കന്നഡ വേർഷൻ അധികം ആളുകൾ കണ്ടിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ കൂടുതൽ വ്യൂസ് നേടിയിട്ടുണ്ട്. RK മോഹൻ പിക്ചേഴ്സിന്റെ ബാനറിൽ RG ഗൗഡയാണ് ഈ സിനിമ നിർമ്മിച്ചത്. R ഗംഗാധരന്റേതാണ് കഥ. കൗശിക് ഹർഷയാണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കിയത്.